ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ വീഡിയോയിലുള്ളത്. രാവിലെ എഴുന്നേറ്റ പാടെ ആദ്യമേ അരി അടുപ്പിലിടും. വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ചൂടായി കഴിഞ്ഞപ്പോൾ അരി കഴുകി അരിച്ചിട്ടാണ് ഇടുന്നത്. ഇപ്രാവശ്യം കിട്ടിയ അരിയിൽ ഒന്നോ രണ്ടോ കല്ലൊക്കെ ആയിട്ട് ഉണ്ട്. അതുകൊണ്ട് അരി അരിച്ചിട്ടാണ് ഇടുന്നത്. സാധാരണ കല്ലൊന്നും ഉള്ള അരിയൊന്നും അല്ല കിട്ടുന്നത്. എപ്പോഴും നല്ല അരി തന്നെയാണ് കിട്ടുന്നത്. ഇത് നല്ല അരി തന്നെയാണ്, എന്നാലും കല്ല് ചെറുതായിട്ട് ഒന്നോ രണ്ടോ എണ്ണമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് അരിച്ചിടുക. ഈ അരിക്ക് ഇച്ചിരി വേവുണ്ട്. തിളച്ച് കഴിഞ്ഞിട്ട് റൈസ് കുക്കറിൽ എടുത്ത് വെച്ചാൽ 40 മിനിറ്റ് ആകുമ്പോഴേ വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ അരി ആദ്യമേ അടുപ്പിലേക്ക് അങ്ങ് ഇട്ടു. പിന്നെ കുടിക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടാണ് സാധാരണ തിളപ്പിക്കുന്നത്. അടുപ്പിൽ വെച്ച് തിളപ്പിച്ചത് തീർന്നു. ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഞാൻ കുറച്ച് ഗ്യാസിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പിള്ളേർക്ക് കുഞ്ഞിപ്പെണ്ണല്ലേ ക്ലാസ്സിൽ പോകുന്നുള്ളൂ, അവൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം തണുത്തത് ഇരിപ്പുണ്ട്. തലേദിവസം ഭയങ്കര കാറ്റും ഇടിയും മഴയൊക്കെ ആയിരുന്നേ. കരണ്ടും അങ്ങ് പോയി. വൈകുന്നേരം ആയപ്പോൾ തുടങ്ങിയ മഴ രാത്രി ഞങ്ങൾ കിടക്കുന്നിടം വരെ നല്ല മഴ തന്നെയായിരുന്നു. കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളം തിളപ്പിക്കാനും പറ്റിയില്ല. കുറച്ച് പച്ചക്കറി അരിഞ്ഞു വെക്കുകയും പിന്നെ തേങ്ങ ചിരണ്ടി വെക്കുകയൊക്കെ ഞാൻ തലേദിവസം ചെയ്യുന്ന അതൊന്നും ചെയ്തിട്ടില്ല. പിള്ളേർക്ക് സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ ഞാൻ തലേന്ന് തന്നെ തിളപ്പിച്ച് വെക്കും. എന്നാലേ തണുത്ത് ഇരിക്കത്തുള്ളൂ. അവർക്ക് കുപ്പിയിൽ ഒഴിക്കാനും കൊണ്ടുപോകാനൊക്കെ അതല്ലേ സൗകര്യം. പിന്നെ രാവിലെ വെറും വയറ്റിൽ കഴിക്കാനുള്ള ഗുളിക ഉണ്ടായിരുന്നു, തലവേദനയുടെ കേട്ടോ. അത് ഒരെണ്ണം കഴിച്ചു. അതല്ല, ഞാൻ ഇവിടെ തന്നെ ആ ഗുളിക അങ്ങ് വെക്കും, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ എപ്പോഴും കാണാൻ പറ്റും, ഓർക്കുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും. അരി തിളച്ചത് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കാൻ വേണ്ടി വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ടിട്ട്. ഇനി ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ട് ചെറുതായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി. വല്ലാണ്ട് തണുത്ത് കഴിഞ്ഞിട്ട് കുഴയ്ക്കാൻ വേണ്ടി നിൽക്കില്ല. ചെറിയ ചൂടോടെ കുഴച്ച് ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ഒക്കെ ഉണ്ടാവുന്നത്. ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കാനുള്ള വെള്ളം നല്ലപോലെ വെട്ടി തിളപ്പിച്ചിട്ടാണ് ഞാൻ ഒഴിച്ച് കുഴയ്ക്കുന്നത്. ചില ആൾക്കാർ അത്രയും തിളപ്പിക്കാതെ ചൂടാക്കിയിട്ട് ഒഴിച്ച് കുഴയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ശരിയാവുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാനെപ്പോഴും തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് പത്തിരി ഉണ്ടാക്കുമ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും ഒക്കെ കുഴയ്ക്കുന്നത്. തലേദിവസം തേങ്ങ ചിരണ്ടി വെക്കാൻ പറ്റിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് കറിക്കുള്ള തേങ്ങയൊക്കെ രാവിലെ ചിരണ്ടി എടുക്കുവാണ്. ഇതൊക്കെ തലേദിവസം തന്നെ ചെയ്ത് വെക്കുവാണെങ്കിൽ, പച്ചക്കറി അരിഞ്ഞ് വെക്കുകയും തേങ്ങ ചിരണ്ടി വെക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുവാണെങ്കിൽ രാവിലെ ഇച്ചിരി താമസിച്ച് എഴുന്നേറ്റാലും വേഗം വേഗം പണികളൊക്കെ കഴിയും. ഇതൊക്കെ ഇപ്പോൾ ചെയ്യേണ്ടത് കൊണ്ട് രാവിലെ ഞാൻ സാധാരണ എഴുന്നേൽക്കുന്നതിനേക്കാൾ ഒരു അരമണിക്കൂർ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്തു. മഴക്കാലമൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഓരോരോ അസുഖങ്ങളൊക്കെ തുടങ്ങിയില്ലേ. എത്ര പേടിക്കണ്ടെന്ന് പറഞ്ഞാലും പേടിയില്ലാതിരിക്കത്തില്ലല്ലോ. കുഞ്ഞിപ്പെണ്ണിനൊക്കെ ഇന്നും നാളെയൊക്കെ അവധിയാണ്. സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് അവർക്ക് 2 ദിവസം അവധി. ഇനി തിങ്കളാഴ്ച സ്കൂളിൽ പോയാൽ മതി. ഇന്നലെ കുഞ്ഞിപ്പെണ്ണ് സ്കൂളിൽ പോയായിരുന്നു. അവളെ ഇന്നലെ സ്കൂളിൽ വിടുമ്പോൾ എടുത്തതാണ് ഈ വീഡിയോ ഒക്കെ. നമ്മൾ നേരത്തെ വാടകയ്ക്ക് താമസിച്ച വീടിൻ്റെ അടുത്തുള്ള സ്കൂളിലാണ് കോളിയാടിയിൽ ഈ ഷിഗല്ലയുടെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. ഇടിയപ്പത്തിന് ബാജിക്കറി ഉണ്ടാക്കണം. ഇടിയപ്പത്തിനും പൂരിക്കുമൊക്കെ ബാജിക്കറിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. വേറെ കറികളൊക്കെ കൂട്ടി കഴിക്കുകയൊക്കെ ചെയ്യും, എന്നാലും കൂടുതൽ ഇഷ്ടം ബാജിക്കറിയാണ്, ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന കറി. ചേമ്പും ചേമ്പിൻ്റെ താളും കൂടെ ഇട്ടിട്ട് രണ്ടും കൂടെ ഇട്ട് കറി വെക്കാമെന്ന് ഓർത്താ തേങ്ങ ചിരണ്ടിയത്. അപ്പോൾ ചേട്ടായി എഴുന്നേറ്റ് വന്നപ്പോൾ കുറച്ച് നേരത്തെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ചേമ്പ് ഇടാതെ ചേമ്പും താള് തന്നെ ഇട്ടിട്ടാണ് കേട്ടോ കറി വെച്ചേ. ചേമ്പ് വേകണ കുറച്ച് സമയം വേണം. ചേമ്പും താളാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. എന്നാൽ തിളച്ചാൽ മതി, അന്നേരത്തേക്ക് ചേമ്പും താള് വേകുമല്ലോ. ചേമ്പും താള് കറി വെക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടതായതുകൊണ്ട് ഇപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. താളിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ കളഞ്ഞിട്ട് വേണം കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി. പുളിയും കൂടെ ഒഴിച്ചിട്ട് വേവിക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ തേങ്ങ, മഞ്ഞൾ, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, കാന്താരി എല്ലാം കൂടെ അരച്ച് ചേർത്ത് കടുകും വറുത്തെടുക്കുക ചെയ്യുന്നത്. മഴ പെയ്തതൊക്കെ ആയതുകൊണ്ട് നല്ലപോലെ മണ്ണും അഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു ചേമ്പും താളയിൽ. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരടുപ്പിൽ പാവയ്ക്ക മെഴുക്കുരട്ടി ആവുന്നുണ്ട്. നടുക്കൊരു കുക്കർ ഇരിക്കുന്നത് ബാജിക്കറി വെക്കാൻ വേണ്ടിയിട്ടാണ്.
ബാജിക്കറി അടുപ്പേ വെച്ചിട്ട് വേണം കുഞ്ഞിപ്പെണ്ണിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് പല്ലൊക്കെ തേപ്പിക്കാൻ വിടാൻ വേണ്ടിയിട്ട്. അവൾ പല്ല് തേക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കി നിൽക്കുകയും തേക്കാൻ പറയുകയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഈ ഉറക്കപ്പിച്ചിൽ അവിടെ ഇവിടെയൊക്കെ തൂങ്ങി തൂങ്ങിയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുവേ. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഉരുളക്കിഴങ്ങൊക്കെ അതിലേക്ക് തന്നെ ഇട്ടങ്ങ് വേവിക്കുക. അല്ലാതെ നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ചീനച്ചട്ടിയിൽ കടുകൊക്കെ പൊട്ടിച്ച് സവാളയൊക്കെ വഴറ്റി അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമാണല്ലോ. എല്ലാം കൂടെ അടുപ്പിലേക്ക് അങ്ങ് ഒന്നിച്ച് വെക്കുക, എന്നിട്ടങ്ങ് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഉരുളക്കിഴങ്ങ് ഞാൻ അരിഞ്ഞെടുക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ടില്ല, അതൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. തലേദിവസം തന്നെ എന്നതാ കറി വെക്കണ്ടേന്നൊക്കെ ഒന്ന് തീരുമാനിച്ച് അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടോ എന്നൊക്കെ നോക്കി അതില്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അതൊക്കെ മേടിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ രാവിലെ കറികളൊക്കെ വെക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഇവിടെ അക്കു ഉള്ളതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല. നമ്മുടെ ഇവിടെ അടുത്ത് കടയുണ്ട്. രാവിലെ കറി വെക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇല്ലെങ്കിൽ അവളെ ഒന്ന് പറഞ്ഞു വിട്ട് സാധനം മേടിപ്പിക്കാം. പക്ഷേ അവൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പം ഇതൊന്നും നടക്കുകയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ തലേദിവസം തന്നെ എല്ലാം മേടിച്ച് വെക്കണം. എല്ലാം തീരുമാനിച്ചൊക്കെ വെച്ചാലേ ശരിയാവത്തുള്ളൂ. രാവിലെ ചെറുതായിട്ട് വെയിലൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഒരു 12 മണി വരെയൊക്കെ ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് മൂടിക്കെട്ടി വരുമെങ്കിലും ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ നല്ല മഴയായി. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് മൊത്തം അരിഞ്ഞില്ലായിരുന്നു, ഒരെണ്ണം കൂടി അരിയാനുണ്ട്. അത് ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് ചേർത്ത് ഒരു തവി എടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ബാക്കിയും കൂടെ അരിഞ്ഞങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. ഒന്നിച്ചെല്ലാം കൂടി ഇട്ടങ്ങ് വഴറ്റിയെടുക്കുക കേട്ടോ. എളുപ്പം എന്നുള്ള പരിപാടികളൊക്കെയാണ്. ബാജിക്കറിയൊക്കെ പല രീതിയിലും വെക്കാമല്ലോ. ഇച്ചിരി തേങ്ങാപ്പാലോ പശുവും പാലോ ഒക്കെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റൊക്കെയാണ്. പക്ഷേ ഇവിടെ ചേട്ടായിക്കൊന്നും അങ്ങനെ പാല് ഒഴിക്കുന്നൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ വെള്ളം ഒഴിച്ച് വേവിച്ച് എടുക്കുക കേട്ടോ ചെയ്യുന്നത്. താള് കറി വെക്കുമ്പം ആദ്യം താള് വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ വാളംപുളി പിഴിഞ്ഞൊഴിച്ച് വെക്കുവാണെങ്കിൽ ചൊറിച്ചിലൊന്നും ഉണ്ടാവത്തില്ലേ. കുഞ്ഞിപ്പെണ്ണിനെ പല്ലൊക്കെ തേപ്പിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവൾക്ക് തലമുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണം. യൂണിഫോം തയ്ച്ച് കിട്ടിയിട്ടുണ്ട്, ബെൽറ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് യൂണിഫോം ഇട്ടിട്ടില്ല. ഇത് ബുധനാഴ്ചത്തെ വീഡിയോയാണ്. ബുധനാഴ്ച ഇവർക്ക് സാധാരണ ദിവസം ഇടുന്ന യൂണിഫോം അല്ല, ബുധനാഴ്ച മാത്രം ഇടാൻ വേണ്ടിയിട്ട് വേറൊരു യൂണിഫോം ഉണ്ട്. അത് സ്കൂളിൽ നിന്ന് കിട്ടണം. അതും ബെൽറ്റും ഒന്നും കിട്ടിയിട്ടില്ല. കുഞ്ഞിപ്പെണ്ണിന് ചോറ് സ്കൂളിലുണ്ട്. ചോറ് സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത്. എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കറികളുണ്ടെങ്കിൽ അത് കൊണ്ടുപോകും. പിന്നെ വെള്ളവും കൊടുത്തു വിടണം. സ്നാക്സ് ഇല്ല. കഴിഞ്ഞ കൊല്ലമൊക്കെ സ്നാക്സ് കൊടുത്തു വിടണമായിരുന്നു 11 മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇക്കൊല്ലം സ്നാക്സ് ഒന്നും വേണ്ട. പിന്നെ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും പാലുണ്ട്. പാല് കുടിക്കാൻ കപ്പ് കൊടുത്തു വിടണം. തലമുടി കെട്ടുമ്പം മുഖം കൊണ്ട് ഈ ഒരു ആക്ഷൻ അവൾക്ക് എപ്പോഴും ഉള്ളത് കേട്ടോ. വേദന എടുത്താലും വേദന എടുത്തില്ലെങ്കിലും ഒക്കെ ഉള്ളതാണ്. മുടിയെല്ലാം ഒന്നും പുറകോട്ട് ശരിക്കും വളർന്ന് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒത്തിരി ചീകിയിട്ട് എല്ലാം കയ്യിൽ ഒതുക്കി പിടിച്ചിട്ട് കിട്ടുന്നത്. എന്നും സ്കൂളിൽ വിടുമ്പം കൈ കിട്ടുന്നൊന്നും കഴിക്കരുത്, വെള്ളത്തിൽ കളിക്കരുത്, അഴുക്ക് വെള്ളമൊന്നും കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ വിടുന്നത്. അതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോഴും. പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് അക്കുവാണ് പോകുന്നത്. ചേട്ടായിയും പോകാനൊക്കെ ഒരുങ്ങി നിൽപ്പുണ്ട്. കുഞ്ഞിപ്പെണ്ണ് ഇറങ്ങുന്ന പാടെ ചേട്ടായിയും ഇറങ്ങും. എന്നിട്ട് വേണം എനിക്കും അക്കുവിനും രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഇവിടെ തുടക്കിയ തുണിയാ എന്താ ഉണ്ട്. ഇതും കൊണ്ട് തുടക്കേ. അപ്പുറത്തും കൂടെ തുടച്ചേര്. എന്നിട്ട് ആ തുണി ഇങ്ങോട്ടേക്ക് ഞാൻ തുടയ്ക്കാം. അതെന്താ അങ്ങനെ പൊടി? ഇന്നലെയൊക്കെ തുണി ഇട്ടതാണല്ലോ. പൊടിയൊന്നും കാണുന്നില്ല. കുടഞ്ഞിട്ട് വിരിക്കണേ, കുടഞ്ഞിട്ട്. ഇത് ഇപ്പുറത്തെ സൈഡിൽ, ഇപ്പുറത്തെ അയ്യലേക്ക് വിരിച്ചോ. അത് എല്ലാം കുടഞ്ഞിട്ടേ വിരിക്കാവുള്ളേ.
തുണിയൊക്കെ രാവിലെ തന്നെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അക്കുവും കൂടെ ചായ കുടിയൊക്കെ കഴിഞ്ഞേച്ച് തുണിയൊക്കെ വിരിച്ചിടുക. പൊക്കത്തിൽ വിരിക്കാനുള്ളതൊക്കെ അക്കു മേശയിൽ കയറിയിട്ട് വിരിച്ചിടും. എനിക്ക് എത്തത്തില്ലല്ലോ. പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു, അതൊക്കെ വെട്ടി കഴുകി കറിയൊക്കെ വെച്ചു. കുറച്ച് വറക്കുകയും ചെയ്തു. നല്ല വലിയ മീനായിരുന്നു. കറി വെച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു വറുത്തതിന്. ഞാൻ തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെ സാധാരണ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കുന്ന പോലെയാണ് കറി വെച്ചത്. വൈകുന്നേരം ചേട്ടായി വന്നപ്പോൾ ഡോണറ്റ് കൊണ്ടുവന്നായിരുന്നു. പിന്നെ ഞങ്ങൾ ചായയൊക്കെ വെച്ച് കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. 3 മേടിച്ചുള്ളൂ.